കണ്ണൂരിൽ കളിപ്പാട്ടത്തിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ഇലക്ട്രോണിക് ടോയ് കാറിന്റെ അടിയിലാണ് രാജവെമ്പാല ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി നിഖിലെ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, ഞെട്ടിക്കുന്ന വാർത്തയാണിത്. തീർച്ചയായും പിന്നിൽ ഞെട്ടിക്കുന്നതും പേടിപ്പെടുത്തുന്നതും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോയ് കാറിന്റെ അടിയിൽ ഈ പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടുകാർ അസ്വാഭാവികമായ ചില ശബ്ദങ്ങൾ ഈ കാറിനടിയിൽ നിന്ന് കേട്ടതിനെ തുടർന്ന് അത് നിരീക്ഷിച്ച സമയത്താണ് ഈ കാറിന്റെ അടിഭാഗത്ത് ഇത്തരത്തിലൊരു രാജവെമ്പാലയെ കണ്ടെത്തിയത്. ആ പാമ്പിനെ പിന്നീട് സർപ്പ വളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കോടിയേരി എത്തി പിടികൂടുകയായിരുന്നു. ഏകദേശം 8 അടിക്ക് മുകളിൽ നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വീട്ടുകാരും നല്ല രീതിയിൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എങ്ങനെ വീട്ടിനകത്ത് ഈ പാമ്പ് കയറി കൂടി, ഒപ്പം തന്നെ കുട്ടി കളിക്കുന്ന ആ കാറിനടിയിലാണ്. അത് ശ്രദ്ധയിൽപ്പെടാതെ വന്നിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ വലിയൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഏതായാലും അവിടെ ഉണ്ടായത്. എന്തായാലും ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല, വീട്ടുകാർക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. ഒരു ചെറിയ പാമ്പിനെ, ഒരു നീർക്കോലിയെ കണ്ടാൽ പോലും നമുക്കൊക്കെ പേടിയാണ്. വീടിൻ്റെ അകത്തല്ല, എവിടെ വെച്ച് കണ്ടാൽ പോലും. അപ്പോഴാണ് രാജവെമ്പാലയെ പോലെ ലോകത്ത് തന്നെ ഏറ്റവും വിഷമുള്ള പാമ്പ് വീടിനകത്ത്, അതൊരു കുട്ടിയുടെ കളിപ്പാട്ടത്തിന് അടിയിൽ ഒളിച്ചിരുന്നു എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ്. കണ്ണൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.